ഷാനവാസ് മെയിൽ ഷോവനിസ്റ്റിനാണെങ്കിൽ ഒരു ഫീമെയിൽ ഷോവനിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ആദിലേനെ കാണാൻ കഴിയുന്നത്. ഈ ആദിലേനെ പല സ്ഥലങ്ങളിലും ഇറക്കി വിടുന്നതും പിരികേറ്റുന്നതും ശരിക്കും പറഞ്ഞാൽ നൂറ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞങ്ങളാണ് സൂപ്പർ, ഞങ്ങൾക്കും മീതെ വേറെ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥാവിശേഷമാണ് ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസും പട്ടാ ഗേൾസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആദില ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ അവിടെ ചമ്മിപ്പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരായി മാറിയിട്ടുണ്ട് ആദിലയും നൂറയും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ പുറം ലോകത്ത് അവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട്, ബുള്ളിങ് ചെയ്തിട്ടുണ്ട്, ബോഡി ഷെയ്മിങ് ചെയ്തിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അനുഭവിച്ച് വന്നവരാണ് ഇവർ. എന്നിട്ട് ഇവർ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെക്കുറിച്ച് അത്രയും വൾഗാരിറ്റിയോടെ കാര്യങ്ങൾ പറയുക, ഒറ്റപ്പെടുത്തുക. ഇന്ന് അക്ബറിനെ കുറിച്ചൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, അവരുടെ ഇടയിലൊരു ഡിസ്കഷൻ. അതിൻ്റെ അകത്ത് പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലയിൽ അദ്ദേഹം ബാക്കിയുള്ളവരെ എല്ലാവരെയും തോൽപ്പിക്കാൻ നോക്കി എന്നാണ് സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ആരാണ് ഈ കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ചത് എന്ന്. ഇവരുടെ സ്വഭാവ ദൂഷ്യത്തെ തന്നെയാണ് മറ്റുള്ളവരിലേക്ക് ചാർത്തുന്നത്. ഷാനവാസ് മെയിൽ ഷോവനിസ്റ്റിനാണെങ്കിൽ ഒരു ഫീമെയിൽ ഷോവനിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ആദിലേനെ കാണാൻ കഴിയുന്നത്. കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പെരുമാറുന്ന രീതി, ഇപ്പം അനുമോളോടായിക്കോട്ടെ, അനീഷിനോടായിക്കോട്ടെ, ഇന്ന് നെവിനോടായിക്കോട്ടെ, ഒരു മേൽക്കോയ്മ ഉള്ളതുപോലെയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. പുള്ളിക്കാരിൻ്റെ തൻ്റെ ഇടം എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. ഷാനവാസും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി നൂറേനെ കുറിച്ച് പറയാം. നൂറ എന്ത് ചെയ്തു എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദിലേനെ പല സ്ഥലങ്ങളിലും ഇറക്കി വിടുന്നതും പിരികേറ്റുന്നതും ശരിക്കും പറഞ്ഞാൽ നൂറ എന്ന് പറയുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരി ഭയങ്കര കണ്ണിങ്ങാണ്. ഗ്രൂപ്പിലിരിക്കുമ്പോൾ ചീറ്റുന്ന വിഷമൊക്കെ അത്ര അപാരമാണ്. അക്ബറിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും ഷാനവാസിൻ്റെ കാര്യം എടുത്തിട്ട് ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അക്ബർ മനസ്സാ വാചാ കർമ്മണ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇവരിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലൈവ് കാണുമ്പോൾ ഇവരുടെ ഈ കുറ്റം പറച്ചിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാര്യം അവരുടെ എതിരാളികൾ കുറഞ്ഞു വരുവാണല്ലോ, അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞത്. ഇനി അഥവാ വീട്ടിൽ കയറിയാൽ തന്നെ ഇവരെ ഇറങ്ങിപ്പോകുമ്പോൾ വ്ലോഗ് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറയും എന്ന് എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെ തോന്നാനുള്ള റീസണും. പിന്നെ ഞാൻ പറഞ്ഞത് ഇവരെ മാത്രമാണ് കയറ്റില്ല എന്ന് പറയുന്നത്. ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള അതേപോലെയുള്ള ലെസ്ബിയൻസ് ആയിട്ടുള്ള നല്ല ക്യാരക്ടർ ഉള്ളവരെ ഞാൻ വീട്ടിൽ കയറ്റാൻ ഇപ്പോഴും തയ്യാറാണ്. ഞങ്ങളാണ് സൂപ്പർ, ഞങ്ങൾക്കും മീതെ വേറെ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥാവിശേഷമാണ് ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസും പട്ടാ ഗേൾസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അക്ബർ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ ഇടയിൽ പട്ടാ ഗേൾസ് ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, സാബുമാൻ ആയിക്കോട്ടെ, ഇവരുടെ ഇടയിൽ ഒരു അടി നടക്കാനുള്ള ചാൻസസ് ആർ ഹൈ. ഇനി ഞാൻ എന്തുകൊണ്ട് അക്ബറും നെവിനും മാറിയിരിക്കുന്നു എന്നുള്ളതിന് ഉത്തരം പറയാം. ഇനിയിപ്പോൾ ഇവർ ആക്റ്റീവായി എന്നിരിക്കട്ടെ, ഒരു കാര്യത്തിൽ ഇടപെട്ടു എന്നിരിക്കട്ടെ, അപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരാളെ കൊല്ലാൻ നോക്കിയില്ലേ എന്നായിരിക്കും എല്ലാവരുടെയും മറുപടി. അതൊന്ന് കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, അതൊന്ന് ഐസ് മെൽറ്റ് ആവാൻ എടുക്കുന്ന സമയം പോലെയാണ് എനിക്കിവർ മാറി നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. പിന്നെ നോമിനേഷനിലേക്ക് നൂറ് ഒഴികെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അത് ഏകദേശം നന്നായി. നെവിൻ എപ്പോഴാണ് അപ്പോൾ ഒന്ന് ആശ്വാസമായത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സീസണിലും അങ്ങനെയാണ്. 2 ആഴ്ച ഉള്ളപ്പം ആ ആഴ്ചയിൽ എല്ലാവരും വരാറുണ്ട്. ടിക്കറ്റ് ടു ഫിനാലയിൽ ജയിച്ച ആൾ ഒഴികെ. നോമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആദില ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ അവിടെ ചമ്മിപ്പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും എപ്പിസോഡിൽ കാണിക്കുന്നതുമില്ല. പിന്നെ ഈ വീക്ക് പണപ്പെട്ടി എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തമിഴ് ബിഗ് ബോസിലൊക്കെ ടാസ്ക് ആയിട്ട് നടത്തിയിട്ട് അത് എൻഗേജിങ് ആയിട്ട് നടത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്രാവശ്യം ബിഗ് ബോസിലും വന്നിട്ടുണ്ട്. ഓരോ ടാസ്ക് വൈസ് ആണ്. ആദ്യം 10,000-ൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു. അത് ഏകദേശം എല്ലാവർക്കും സ്പ്ലിറ്റായി പോയി. രണ്ടാമത്തെ അവിചാരിതമായ ടാസ്ക് ആയിരുന്നു. അത് നെവിനാണ് കിട്ടിയത്. നെവിൻ നേരെ അക്ബറിന് കൊടുത്തു. പുറത്ത് ചെല്ലുമ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ടാസ്ക് അടിപൊളിയായിരുന്നു. അത് അനുമോൾ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്താളിച്ചു പോയി, അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ടാസ്കുകൾ കുറച്ചും കൂടെ കടുകട്ടിയാവുകയും എമൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നെവിനെയും കൂടെ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ തമിഴ് ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയില്ലേ, അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായി പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ ആ വഴി തുറന്നു വെക്കും. എന്നിട്ട് പുറത്ത് പെട്ടി വെക്കും. ഓടിപ്പോയി പെട്ടി എടുക്കണം ഇത്ര സെക്കൻഡ്സിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അവർക്ക് ആ പെട്ടി കിട്ടില്ല, അവർ എവിക്റ്റായി പോകും. അഥവാ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പെട്ടി ഇത്ര ലക്ഷവും കിട്ടും, അവർക്ക് ആ കാശായിട്ട് ഉള്ളിലിരിക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെയുള്ളൊക്കെ ഗെയിം വരുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്നേ പറയാനുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആര്യൻ എവിക്റ്റായി പോയപ്പോൾ കൊടുത്ത ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്. അനുമോളുടെ സദാചാര ചിന്താഗതിയെക്കുറിച്ച് മറിച്ചൊരു കൗണ്ടർ ആര്യൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയിലൂടെ. പറ്റുകയാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനൽ അത് അവൈലബിൾ ആണ്, അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.